ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ അമരത്തിരിക്കുന്ന വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം കേവലം ഒരു വ്യക്തിഗത വിഷയമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷയെയും നയതന്ത്രങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള കാര്യമാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനിലയെ ചുറ്റിപ്പറ്റി വീണ്ടും കടുത്ത സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ട്രംപ് പരിപൂർണ ആരോഗ്യവാനാണെന്ന് വൈറ്റ് ഹൗസ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രമുഖ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജൊനാഥൻ റെയ്നർ ന്യൂയോർക്ക് ടൈംസിലെ തന്റെ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അമേരിക്കൻ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനിയെ നീണ്ട 20 വർഷക്കാലം ചികിത്സിച്ച ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ ജൊനാഥൻ റെയ്നർ. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ മെഡിസിൻ ആൻഡ് സർജറി പ്രൊഫസർ കൂടിയായ അദ്ദേഹം ഡിക് ചെനിയുടെ കാലഘട്ടത്തിലെ സുതാര്യതയും ട്രംപിന്റെ കാര്യത്തിൽ വൈറ്റ് ഹൗസ് പുലർത്തുന്ന ദുരൂഹതയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. ദേശീയ മാധ്യമമായ NDTVയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചെനി തന്റെ മെഡിക്കൽ രേഖകളെല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നുവെക്കാൻ മടിച്ചില്ലെന്ന് ഡോക്ടർ റെയ്നർ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഡോക്ടറായ സീൻ ബാർബബെല്ല നൽകുന്ന മികച്ച ആരോഗ്യമെന്ന ലളിതമായ വിവരണം യഥാർത്ഥ ശാരീരിക ലക്ഷണങ്ങളുമായി ഒത്തുപോകുന്നില്ലെന്നാണ് വൈദ്യശാസ്ത്ര ലോകത്തെ പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവേദികളിൽ ട്രംപിന്റെ കൈകളിൽ കാണപ്പെടുന്ന കറുപ്പും നീലയും കലർന്ന തടിപ്പുകളും ചതവുകളുമാണ് പ്രധാന ലക്ഷണങ്ങളിലൊന്ന്. ആളുകളുമായി നിരന്തരം ഹസ്തദാനം നടത്തുന്നതും രക്തം കട്ടപ്പിടിക്കുന്നതും തടയാൻ ദിവസേന കഴിക്കുന്ന ആസ്പിരിൻ ഗുളികകളുമാണ് ഇതിന് കാരണമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഒരു സാധാരണ വ്യക്തിക്ക് നൽകുന്ന അളവിനേക്കാൾ 4 മടങ്ങ് കൂടുതൽ ആസ്പിരിൻ ട്രംപിന് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ റെയ്ൻ ചോദിക്കുകയാണ്. ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ എന്ന പേരിൽ നൽകുന്ന ഈ ഉയർന്ന അളവിലുള്ള മരുന്ന് ഉപയോഗവും ട്രംപിന്റെ ഇടതു കൈയിലും കാണപ്പെടുന്ന നിറവ്യത്യാസങ്ങളും കേവലം കൈകൊടുക്കൽ കൊണ്ടുള്ള ചതവുകൾ എന്ന ലളിതവൽക്കരണത്തിന് അപ്പുറത്തേക്ക് വലിയ മെഡിക്കൽ കാരണങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു. ട്രംപിന്റെ കാലുകളിൽ കാണപ്പെടുന്ന നീർവീക്കമാണ് ഡോക്ടർ റെയ്നർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം. വൈറ്റ് ഹൗസ് ഫിസിഷ്യൻ ഇതിനെ 70 വയസ്സ് കഴിഞ്ഞവരിൽ സാധാരണയായി കാണപ്പെടുന്ന ക്രോണിക് വെനസ് അപര്യാപ്തത എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സമഗ്രമായ ശാരീരിക പരിശോധനകളിൽ കാലുകളിൽ നീർവീക്കമൊന്നുമില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രമേണ മാത്രം വികസിക്കുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായ വൈരുദ്ധ്യമുണ്ട്. ഇത് ഹൃദയത്തിന്റെയോ വൃക്കകളുടെയോ ഗുരുതരമായ തകരാറുകളുടെ ലക്ഷണമാകാം. ഇതിനു പുറമെ ഔദ്യോഗിക യോഗങ്ങളിൽ ട്രംപ് ഉണർന്നിരിക്കാൻ പ്രയാസപ്പെടുന്നതായി കാണപ്പെടുന്നതും വലിയ ചർച്ചയാകുകയാണ്. അമിതമായ ഉറക്കം കേവലം പ്രായാധിക്യം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, ഉറക്കത്തിലെ ശ്വാസതടസ്സം അല്ലെങ്കിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ ഇതിന് കാരണമാകാം. കൂടാതെ വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററിൽ നടത്തിയ വിപുലമായ ഹൃദയ ഉദര ഇമേജിംഗ് പരിശോധനകൾ എന്തിനായിരുന്നു എന്നതിലും വൈറ്റ് ഹൗസ് കൃത്യത വരുത്തിയിട്ടില്ല. അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റുമാരുടെ ആരോഗ്യം മറച്ചുവെക്കുന്ന പാരമ്പര്യം പുതിയതൊന്നുമല്ല. മുൻപ് ജോ ബൈഡന്റെ പ്രായവും മാനസിക നിലയും രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു. ഇതിന് പരിഹാരമായി അമേരിക്കൻ ഭരണഘടനയുടെ 25ാം ഭേദഗതി ഉപയോഗിച്ച് പ്രസിഡന്റിന്റെ ആരോഗ്യവും യോഗ്യതയും നിഷ്പക്ഷമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു സ്വതന്ത്ര കോൺഗ്രസ് മെഡിക്കൽ പാനൽ രൂപീകരിക്കണമെന്ന് ഡോക്ടർ റെയ്നർ നിർദ്ദേശിക്കുന്നു. അണുആയുധങ്ങളുടെ നിയന്ത്രണവും രാജ്യത്തിന്റെ സുരക്ഷയും കൈയാളുന്ന ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ ശേഷിയുള്ളവനാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. വൈറ്റ് ഹൗസ് വക്താക്കൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിളിച്ച് തള്ളിക്കളയുമ്പോഴും ഈ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും.